ഉമ്മ വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വരുമ്പോൾ തന്നെ ഉപ്പാനോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ സ്വൈര്യം കെടുത്തിങ്ങളും വാവെന്ന് പറഞ്ഞപ്പോൾ വേഗം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ഉപ്പാനെ കണ്ടിട്ട് ഞാൻ ക്ലാസ്സിന് പോകുള്ളൂ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ സച്ചു. അങ്ങനെ അപ്പോൾ വന്ന് ഉപ്പാനൊക്കെ കണ്ട് സലാം പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നേരെ അവനെ കൊണ്ടുവിട്ടത്. എന്നും കുഞ്ഞാക്കനെയാണ് കൊണ്ടുവിടാറുള്ളത്. ഇന്ന് പിന്നെ കുഞ്ഞാക്കത്തിരി നേരത്തെ പോയി പിന്നെ എനിക്ക് 9:30 ആയിരുന്നു ക്ലാസ്. അപ്പോൾ പിന്നെ ഞാനാണ് കൊണ്ടുവിട്ടത്. ഒറ്റക്കുള്ള മാതിരിയാവില്ല, ആരെങ്കിലൊക്കെ ഒരാൾ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുൾ ഒരു വിരകലായിരിക്കും. അതായത് എന്തെടുത്താലും വെച്ചാലും ഒന്നും ശരിയാവില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതിപ്പോൾ നിൻ്റെ അമ്മയാണെങ്കിൽ പോലും ഉമ്മയാണ് വന്നിട്ടുള്ളത്, വേറെ പ്രത്യേകിച്ചിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് നമ്മൾ എന്നും എടുക്കുന്ന ആ ഒരു പോലെ അല്ലല്ലോ. അന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു എന്താ പറയുക തപ്പിപ്പിടുത്തമായിരിക്കും അല്ലേ. എന്നാലോ എല്ലാ പണിക്കും ഉമ്മ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം എന്ത് കൂട്ടാനരിയാനോ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ചെറിയ ചെറിയ പണിയൊക്കെ ഞാൻ ഉമ്മാൻ്റെ അടുത്താട്ടോ കൊടുക്കുക. എനിക്ക് അതിനാണ് ഭയങ്കരമായിട്ട് ടൈം വേണ്ടത്. അതായത് മെയിനായിട്ട് ഉള്ളി തൊലിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മ വന്നാൽ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഉള്ളിപ്പാത്രമാണ് എടുത്ത് കൊടുക്കും കേട്ടോ. അതായത് ഞാൻ ഗതിയെടുത്തൊന്നുമല്ല, മകം തന്നെ ഉള്ളി തൊലിക്കണമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല, വെയ്യാന്നുണ്ടെങ്കിൽ പറയില്ല കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉള്ളിപ്പാത്രം എടുത്തെടുത്തിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചിട്ട് കഴുകി ഈ ഒരു ടർക്കി കണ്ടിട്ട് നിങ്ങൾ നട്ടണ്ട, ഇത് ചെറുതായിട്ടൊന്ന് കരിമ്പന വന്നതാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് അല്ലാതെ വൃത്തികേടായതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ചിട്ട് ഒരു പാത്രത്തിൽ ടിഷ്യൂ കൂടെ വിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അത് പെട്ടെന്നൊന്നും കേട് വരില്ല. ഇന്നലെ വന്നതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്നും ചെയ്യാനൊന്നും പറയാറില്ല. അങ്ങനെ കുറച്ചധികം ഉള്ളി തെളിച്ചെന്നു, അതുപോലെ അമരക്കൊപ്പേരി ഉണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് നല്ലപോലെ പനി വരുന്നുണ്ട്, ജലദോഷം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേണ്ട പോയി കടന്നോന്ന് പറഞ്ഞു കേട്ടോ. കുറച്ചധികം വെള്ളം കൂടി തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ചായയോട് ഞാനൊരു 11 മണിക്കൊക്കെയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞാക്ക കടയിൽ നിന്ന് വിളിച്ചിട്ടോ, പെട്ടെന്നൊന്ന് വാവെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും കുടിച്ചില്ല. കടയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബെഡും തലേനൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു വെക്കും. അതൊക്കെ കുഞ്ഞാക്കാൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പറയും നിങ്ങളിതൊന്നും ചെയ്യേണ്ട, ഞാനല്ലാതെ പിന്നെ ആര് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂട്ടാനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ടും കൂടെ നമുക്ക് കടയിലേക്ക് പോകാനായിട്ടുണ്ട്. രാവിലെ തന്നെ ഇന്ന് രാത്രിക്ക് നമ്മൾ മന്തി അല്ല കേട്ടോ, മന്തി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടി മതി എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അമ്മ വന്നപ്പോൾ നല്ല പഴുത്ത മുട്ടപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ എഗ് ഫ്രൂട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് കുഞ്ഞാക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സച്ചക്കും പാതിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് കുറച്ചധികം മുരിങ്ങയൊക്കെ പൊടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പരിപ്പും മുരിങ്ങ വെക്കാനാണ്. അപ്പോൾ തീർന്നിട്ടില്ല കേട്ടോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ഫോളോ ചെയ്യാനും.